ഇതാണ് വിവോയുടെ V30 സീരീസ് ഫോണുകൾ. വിവോ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ ഫോണുകളെ സംബന്ധിച്ച്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ആദ്യം ഇതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നു. ബോക്സ് ഓപ്പൺ ചെയ്താൽ മുകളിൽ തന്നെ ഫോൺ ഇരിക്കുന്നുണ്ട്. ഫോണിന്റെ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോൺ കൂടാതെ കേസ്, ഡോക്യുമെന്റേഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ചാർജർ ഉണ്ട്, ചാർജിംഗ് കേബിൾ ഉണ്ട്. ഇത്രയുമാണ് ബോക്സിലെ കണ്ടന്റ്. മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. സോ ഇതാണ് വിവോയുടെ V30 Pro, ഇതാണ് വിവോ V30. രണ്ടും രണ്ട് കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 30 Proയെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയാം. 30യുടെ കാര്യങ്ങൾ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റും സ്ലിമ്മുമായ ഫോണാണ്. കർവ്ഡ് ഡിസ്പ്ലേ അടക്കമാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 7.5 mm മാത്രമാണ്. വളരെ സ്ലിം ആണ്. 188 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. രണ്ട് കളറിലാണ് വരുന്നത്, ആൻഡമാൻ ബ്ലൂ, ക്ലാസിക് ബ്ലാക്ക്. അതേപോലെ തന്നെ V30ക്ക് രണ്ട് കളർ വരുന്നുണ്ട്. ആൻഡമാൻ ബ്ലൂ ഉണ്ട്, പിന്നെ ഈ കാണുന്ന പീകോക്ക് ഗ്രീനും വരുന്നുണ്ട്. ഇത് വെയിലത്തൊക്കെ ചെല്ലുമ്പോൾ വേറെ കളറിലേക്ക് മാറും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു രീതിയിലെ കളറിലേക്ക് മാറുന്നുണ്ട്, കണ്ടോ? സോ അപ്പോൾ രണ്ട് കളറിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്ന സാരം ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.7 ഇഞ്ച് വരുന്ന 1.5K 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിക്കൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ ഡീസന്റ് ആയ ക്വാളിറ്റിയാണ്. 2800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 1800 നിറ്റ്സിന്റെയാണ് ബ്രൈറ്റ്നസ്. രണ്ടായാലും ഒരു കുഴപ്പമില്ല. വിസിബിലിറ്റി ഏത് സിറ്റുവേഷനിലും പക്കയാണ്. ഇതേ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് വിവോ V30യിലും വരുന്നത്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. മൂന്നും 50 മെഗാപിക്സലുകളാണ്. ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ ഐ ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സാമ്പിൾസ് കാണിക്കാം. പിന്നെ ഇതിന്റെ പുറകിൽ ഓറാ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കാണാം. ആവശ്യാനുസരണം ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഓറാ ലൈറ്റ് സെറ്റപ്പ് ആണ്. സോ അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. ഈ ഫേസ് ഇന്റഗ്രേഷൻ വഴി നമുക്ക് 6 ടൈപ്പ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. 6 സ്റ്റൈൽ പോർട്രേറ്റ് ഇമേജുകൾ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് സിനെ ഫ്ലെയർ. ആ ഡേ ലൈറ്റിലൊക്കെ നമ്മൾ സണ്ണിന്റെ ഒരു ഫ്ലെയർ ഒക്കെ വെച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്ന ഫോട്ടോസ് ആണ് സിനെ ഫ്ലെയർ. മറ്റു രണ്ടെണ്ണമാണ് സോണാറും പ്ലാനാറും. സോണാർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ടുള്ള ഗ്യാപ്പ് ഒക്കെ കൂട്ടിക്കൊണ്ട് നല്ല വൃത്തിയിൽ കാണിക്കുമെന്നാണ് പറയുന്നത്. പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ ലൈറ്റുകളൊക്കെ ഉള്ളപ്പോൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ ഒരു ഷേപ്പിലൊക്കെ ലൈറ്റുകളെ വെച്ചുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയാക്കി തരുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി സിനിമാറ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വലിയ അളവിൽ കിട്ടുന്ന പോർട്രേറ്റ് ഇമേജുകളായിരിക്കും. സോ അതും നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ബാക്കിയുള്ള ഡേ ലൈറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമലി വിവോയുടെ ക്യാമറയിലെ ഫോട്ടോസ് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ ഫോട്ടോസ്. അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും 4K വീഡിയോ എടുക്കാൻ സാധിക്കും. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ അത്യാവശ്യം നല്ല 4K വീഡിയോസ് എടുക്കുന്നുണ്ട്. ഡേ ലൈറ്റും ലോ ലൈറ്റും ഒക്കെ നിങ്ങൾക്ക് കാണാം. സെൽഫി ക്യാമറയുടെ സാമ്പിളുകളും ഇവിടെ കാണാം. വിവോ 30യുടെ കുറച്ച് ഫോട്ടോ സാമ്പിളുകൾ കൂടി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കിക്കോളൂ. സോ ഓവറോൾ ഇങ്ങനെയാണ് ഈ ഫോണുകളുടെ ക്യാമറാസ്. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല വിവോയുടെ ആ സ്റ്റൈലിൻ ഫോട്ടോസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ മോണോ സ്പീക്കറാണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾപ്പിച്ചു തരാം. സോ അപ്പോൾ സൗണ്ട് ക്വാളിറ്റി മനസ്സിലായാലോ? വലിയ കുഴപ്പമില്ല. എങ്കിലും ഡുവൽ സി സ്പീക്കർ കൊടുക്കാമായിരുന്നു. അതേപോലെ തന്നെ ബാറ്ററി 5000 mAh പ്ലസ് 80 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ്. സെയിം തന്നെയാണ് നമുക്ക് V30യിലും വരുന്നത്. സോ ബാറ്ററിയുടെ കാര്യത്തിലും ഇത് രണ്ടും സെയിം ആണ്. പെർഫോമൻസിൽ പക്ഷേ വ്യത്യാസമുണ്ട്. Dimensity 8200 എന്ന് പറയുന്ന പ്രോസറാണ് വിവോ V30 Proയിൽ കൊടുത്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആണ്. വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. അതിനൊപ്പം തന്നെ സിസ്റ്റം പെർഫോമൻസും വളരെ സ്മൂത്ത് ആണ്. അത്യാവശ്യം ഞാൻ BGMI അടക്കം കളിച്ചു നോക്കി. യാതൊരു ഇഷ്യൂസും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. പെർഫോമൻസിന്റെ ഭാഗത്തുനിന്ന് ടെൻഷൻ ഒന്നും വേണ്ട. ഇതിൽ റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റുകൾ നോക്കി കഴിഞ്ഞാൽ 8GB റാം 256GB സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ 12GB റാം 512GB സ്റ്റോറേജും വരുന്നുണ്ട്. റാം എക്സ്പാൻഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ V30യിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസറാണ് വരുന്നത്. സോ ആ ഒരു വ്യത്യാസം ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ആൻഡ്രോയിഡ് 14ലാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. ColorOS 14. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ ആ ഭാഗത്തും വേറെ തലവേദനയൊന്നുമില്ല. പിന്നെ 5G ബാൻഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ 8 5G ബാൻഡ് ഒക്കെയാണ് വരുന്നത്. അത് കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാമായിരുന്നു. പിന്നെ ഡുവൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 5G ബാൻഡുകളാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ നെറ്റ്വർക്ക്. വേറെ പ്രശ്നങ്ങളൊന്നും നെറ്റ്വർക്കിലും കാര്യങ്ങളിലും ഇല്ല. ഞാൻ ഉദയ്പൂരൊക്കെ പോയിരുന്ന സമയത്ത് ഫുൾ എൻ്റെ സിം ജിയോ സിം ഇതിനകത്ത് തന്നെയായിരുന്നു. എയർടെൽ സിം ഇതിനകത്ത് തന്നെയായിരുന്നു. സോ നെറ്റ്വർക്ക് പരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഈ ഫോണുകളുടെ ചെറിയൊരു ഓവർവ്യൂ. താഴെ ഡുവൽ നാനോ സിം, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, പ്രൊഫഷണൽ പോർട്രേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആണ്. പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയുന്ന വഴിക്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എന്തായാലും ഓവറോൾ രണ്ട് ഫോണുകളും അടിപൊളി ഫോണുകളാണ്. വിവോ ഫോണുകൾ യൂസ് ചെയ്ത് വന്നിട്ടുള്ള അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ സ്ലിമ്മും ലൈറ്റ് വെയിറ്റും കംഫർട്ടുമായ വളരെ ക്യൂട്ടായ ബ്യൂട്ടിഫുള്ളായ രണ്ട് ഫോണുകളാണ് വിവോ V30 Proയും 30. സോ താല്പര്യമായെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കേട്ടോ. സോ അത്രയുമാണ് വിവോ V30 സീരീസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഓവറോൾ ഡീസൻ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.